സസെപ്ഷൻ വരെ, കഴിഞ്ഞ ദിവസം ഇൻഡു സസെപ്ഷൻ വരെ. ദ ടെലസ്കോപ്പിംഗ് ബൗൾ പഠിച്ചോടെ? ദ ടെലസ്കോപ്പിംഗ് ബൗൾ പഠിച്ചോ? നമ്മൾ കഴിഞ്ഞ ദിവസം ദ ടെലസ്കോപ്പിംഗ് ബൗൾ പഠിച്ചോ? പഠിച്ചോടെ? പറയട്ടെ. ഇൻഡസ്ട്രിയൽ ഭാഗം അടുത്ത ഭാഗത്തേക്ക് കയറി പോലെ ടെലസ്കോപ്പ് ചെയ്യാറില്ലേ? പഠിച്ചല്ലേ? എന്തുകൊണ്ട്? കാരണം റീസൺ എന്താ? മസിൽ സ്ട്രെങ്ത് കുറയല്ലേ? മസിൽ സ്ട്രെങ്ത് കുറയുക, എന്തെങ്കിലും ഒരു വീക്ക്നെസ് വന്നാലും വരാം. അതെല്ലാം പഠിച്ച കാര്യമാണ്. ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ ദ ടൈപ്സ് പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഇത് ഇലിയോ സീക്കൾ പഠിച്ചില്ലേ? ഇലിയും സീക്കവും. ഇലിയം സീക്കത്തിന്റെ അകത്തേക്ക് പഠിച്ചില്ലേ? ഇലിയം സീക്കത്തിന്റെ അകത്തേക്ക് കയറി പോകുന്ന ടൈപ്പ് പഠിച്ചു. വേറെന്ത് പഠിച്ചു? പഠിച്ചു ഇലിയോ കോളിക്ക് പഠിച്ചോ? ഇലിയോ കോളിക്ക് പഠിച്ചോ? ഇലിയം നേരെ എങ്ങോട്ട് പോകും? ഇലിയം കോളന്റെ അകത്തോട്ടല്ലേ? ഇലിയം കോളന്റെ അകത്തോട്ട് പോയി ഇലിയം കോളിക്ക് വിളിക്കല്ലേ? ശേഷം ഒരു വാക്ക് പറഞ്ഞു. ഇത് കോളിക്ക് ഔട്ട്ഡോർ പെയിൻ എവിടെ കാണും? ഒരു വാക്ക് പറഞ്ഞു. ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്തായിട്ട് കഴിഞ്ഞ ദിവസം കോളിക്ക് അബ്ഡോമിനൽ പെയിൻ എടുക്കണം. ഇൻഡു സസെപ്ഷൻ ആണോ? റെസ്പിറേറ്ററി ഡിസോർഡർ ആണോ? ഇൻഡുലല്ലേ? പഠിച്ചു, അതും പഠിച്ചു. ഇത് ബൈൽ സ്റ്റെയിൻഡ് ഫീക്കസ് എമിസ് വരും. ബൈൽ സ്റ്റെയിൻഡ് ഫീക്കസ് എമിസ് വരും. ഇൻഡു സസെപ്ഷൻ. അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദ ജെല്ലി ലൈക്ക് സ്റ്റൂൾ അവിടെ കാണും. എല്ലാം പഠിച്ച കാര്യമാണ്. റെക്കോർഡിംഗും ഉണ്ട്, നോട്ടും ഉണ്ട്. ദ കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ കാണും. കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ ഇൻഡു അല്ലേ? വീണ്ടും ചോദ്യം ഉണ്ടായിരുന്നു. സോസേജ് ഷേപ്പ് മാസ് എടുക്കണം. സോസേജ് ഷേപ്പ് മാസും ഡാൻസിങ് സൈഡ് ഞാൻ തന്നപ്പോൾ ഞാൻ എഴുതി നോട്ട് വായിച്ചായിരുന്നു. അത് പഠിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എഴുതിയ നോട്ട് വായിച്ചോ? വായിച്ചോ നോട്ട് എഴുതിയ നോട്ട് എല്ലാം ഉണ്ട്. എല്ലാം എഴുതി, എല്ലാ സിസ്റ്റവും നോട്ട് എഴുതിയുണ്ട്. വായിച്ചോ? പറഞ്ഞു വായിച്ചോ? വായിച്ചോടെ? യെസ്. അത് കഴിഞ്ഞ് പഠിച്ചു. അത് കഴിഞ്ഞ് വേറെ പഠിച്ചോ? അത് കഴിഞ്ഞ ശേഷം വേറെ എന്ന് പഠിച്ചോ? ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത്? ദ ക്ലെഫ്റ്റ് ലിപ്പും ദ ക്ലെഫ്റ്റ് പാലറ്റും പഠിച്ചോ? ലാസ്റ്റ് ക്ലാസ്സിൽ ദ ക്ലെഫ്റ്റ് ലിപ്പും ആൻഡ് ദ ക്ലെഫ്റ്റ് പാലറ്റും പഠിച്ചോ? എങ്കിൽ ചോദ്യം, ഇത് ഹെയർ ലിപ്പ് എന്ന് പറയുന്നത് ക്ലെഫ്റ്റ് ലിപ്പ് ആണോ ക്ലെഫ്റ്റ് പാലറ്റ് ആണോ? ഹെയർ ലിപ്പ് എന്ന് പറയുന്നത് എന്താ? ലിപ്പ് ആയിരിക്കും. ഇത് ഹെയർ ലിപ്പ്, ക്ലെഫ്റ്റ് ലിപ്പ് അല്ലേ? ആ പറ. എങ്കിൽ വിളി ചോദ്യം, ക്ലെഫ്റ്റ് ലിപ്പിന്റെ സർജറി എന്താ? എക്സാമിന് ചോദ്യം എക്സാക്ട് ആയിട്ട് ക്ലെഫ്റ്റ് ലിപ്പിന്റെ സർജറി എന്താ? സർജറി ഇസർ ലൈൻ അല്ലെങ്കിൽ കീലിയോപ്ലാസ്റ്റി ആണോ? കീലിയോപ്ലാസ്റ്റി എപ്പോഴാ ചെയ്യുന്നത്? ഏകദേശം 9 മുതൽ 15 മാസമാണോ? ഇസർപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ കീലിയോപ്ലാസ്റ്റി 9 മുതൽ 15 മാസമാണോ അതോ 3 മാസമാണോ? തെറ്റിക്കരുത്. 3 മുതൽ 6. തെറ്റിക്കരുത്. 3 മുതൽ 6. ആ 9 മുതൽ 15 ആണ് ചെയ്യുന്നത്. 9 മുതൽ 15 ആർക്കാണ്? പാലറ്റോപ്ലാസ്റ്റി ആർക്കാണ്? ക്ലെഫ്റ്റ് പാറ്റേണിലെ പാലറ്റോപ്ലാസ്റ്റി എപ്പോഴും ക്ലെഫ്റ്റ് പാറ്റേണിലെ. 2 കാര്യം എപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. മറക്കരുത്. ചോദ്യം വരും. എഴുതുമല്ലോ. ചോദിച്ചുണ്ട്. ഇതിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യനാണ്? ESSR ഉണ്ടെങ്കിലും ESSR ഫീൽഡ് ടെക്നിക്ക് ക്ലെഫ്റ്റ് ലിപ്പിന്റെയും കണ്ടോല്ലെങ്കിലും ESSR ഇ എന്താ? നിപ്പിൾ എൻലാർജ് ചെയ്യുക. എസ് എന്താ? സക്കിങ് റിഫ്ലക്സ് എന്താണ്? സ്റ്റിമുലേറ്റ് ചെയ്യുക. വീഡിയോസ് എന്താ?
സോളയും കൊടുക്കുക. ആറെന്താ? റെസ്റ്റ് ടു അലോ ദ ഫീഡിങ്. സോളയും അല്ലേ ചോദിക്കാതെ. ഇതെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വീണ്ടും ചോദിക്കാം. ദ ക്ലെഫ്റ്റ് പാലറ്റിന്റെ സർജറി എത്ര വർഷമാണ്? വർഷം എത്രയായിരിക്കും? ക്ലെഫ്റ്റ് പാലറ്റ് വർഷം 1 ഇയർ അല്ലേ? 1 ഇയർ വായിച്ചല്ലേ? 1 ഇയർ വായിച്ചു. ആ ക്ലെഫ്റ്റ് ലിപ്പ് ആണെങ്കിലോ? എപ്പോഴാ ലിപ്പാണ്? ലിപ്പ് എപ്പോഴാ? എന്താ ലിപ്പ് എപ്പോഴാ? 9 to ലിപ്പ് എപ്പോഴാ? ആ ശരിയാണ്. ക്ലിയർ? ക്ലിയർ? 3 to 6. ക്ലിയർ? ഇതെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. റെക്കോർഡിംഗ് കൊണ്ട് നോട്ട് കൊണ്ട് പഠിച്ചല്ലോ. സോ കഴിഞ്ഞ ദിവസം കഷ്ടപ്പെട്ടില്ല. കറണ്ട് ഇല്ല പൈസല്ലേ? ഞാൻ ഇപ്പൊ രാത്രി ഇരുന്നിട്ട് ഈ പറഞ്ഞ ക്ലാസ് നോക്കിയപ്പോ അതും ഈ പറഞ്ഞ കൊല്ലത്ത് നിന്ന് ഓടി വന്ന് ക്ലാസ്സിലൊക്കെ നോക്കി കറണ്ട് ഇല്ല. ഒക്കെ എന്തുണ്ട്? പോസ്റ്റ് ഇല്ലേ? ഇങ്ങനെയൊക്കെ പോസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എന്റെ തേങ്ങ ഇങ്ങനെയൊക്കെ അതുണ്ടോ? എന്റെ തെങ്ങ് ഇങ്ങനെയൊക്കെ ആ പോസ്റ്റിനെ സ്നേഹിച്ചുകൊണ്ട് ചരിഞ്ഞിരിക്കുന്നു. നോക്കണേ, മഴയത്ത് എന്റെ തെങ്ങ് ചരിഞ്ഞ് പോസ്റ്റിനോട് സ്നേഹിച്ച് ഒരുമിച്ചിരിക്കുന്നു. എന്റെ തെങ്ങാണ് സ്നേഹിക്കുന്നത് പോസ്റ്റിനോടാണ്. അത് നോക്കട്ടെ, എന്റെ വീട്ടിലെ തെങ്ങ് അപ്പുറത്തേക്ക് പോസ്റ്റിനോട് സ്നേഹിച്ച അപ്പുറത്തെ വീട്ടിലെ പോസ്റ്റാണ്. അതിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോ ചരിഞ്ഞ് നിൽക്കുന്നു. തേങ്ങ അപ്പുറത്തെ വീട്ടിലെടുത്തു എന്ന് പറയാൻ പറ്റും? തേങ്ങ അപ്പുറത്തെ വീട്ടിലെടുത്തു എന്ന് പറയാൻ പറ്റും? ആ കുട്ടി അപ്പുറത്തല്ലേ? അല്ലേ? പോസ്റ്റ് അപ്പുറത്തെ ആകുമ്പോ കുട്ടി അപ്പുറത്തല്ലേ? പോസ്റ്റ് അപ്പുറത്തെ വീട്ടിലാകുമ്പോ കുട്ടി അപ്പുറത്തല്ലേ? പറയാൻ പറ്റില്ല തെങ്ങിനോട് ഒന്നും പറയാൻ പറ്റില്ല. തെങ്ങിനോട് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹം കേട്ടോ. സ്നേഹം വരുന്ന കേട്ടോ. സ്നേഹം കൂടിപ്പോയി. ഇനി തെങ്ങ് വളർത്താൻ അച്ഛന് സമ്മതിക്കില്ല. ഇനി ഒരു തെങ്ങിനെ വളർത്താൻ സമ്മതിക്കില്ല കേട്ടോ. ഇനി ഒരു തെങ്ങിനെ വളർത്താൻ സമ്മതിക്കില്ല. സ്നേഹം അപ്പുറത്തോട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹെർണിയ കണ്ടു കാണും. സ്റ്റഡിനോട് കണ്ടു കാണും. വായിച്ചു ഹെർണിയ വായിച്ചോ? ഹെർണിയ വായിച്ചോ? ആരെങ്കിലും വായിച്ചോ? എന്താ ഹെർണിയ? എന്തായിരിക്കും ഹെർണിയ എന്ന് പറയുന്നത്? എന്താ? ഇന്ന് ഒരുപാട് പഠിക്കും, ഒരു 3 ചോദ്യം കിട്ടും. ഒരു 3 ചോദ്യം ഉറപ്പാണ്. എന്താണ് ഹെർണിയ? ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ് ഹെർണിയ? എന്താ ദ പ്രൊട്രൂഷൻ ഓഫ്? എന്താ പറഞ്ഞു? ദ പ്രൊട്രൂഷൻ ഓഫ് എന്താ? ഹെർണിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വാക്ക് കേട്ടാലേ അറിയാം. ദ പ്രൊട്രൂഷൻ ഓഫ് എന്താ? ഇൻഡസ്ട്രിയൽ ഓർഗൻസ് ആണോ? ദ അബ്ഡമൽ മസിലിലൂടെ ആണോടെ? വീക്കായ അബ്ഡമൽ മസിലൂടെ ഇൻഡസ്ട്രിൻ പുറത്തോട്ട് വിടുന്നതാണ്, അല്ലെങ്കിൽ ദ വീക്കായ അബ്ഡമൽ മസിൽസിലൂടെ ഇൻഡസ്ട്രിൻ മസിൽസിലൂടെ ആ ഓർഗൻസ് പുറത്തോട്ട് തള്ളി വിടുന്ന കണ്ടീഷനാണോ? വീക്കായ അബ്ഡമൽ മസിൽസ് വഴി ഇൻഡസ്ട്രിൻ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കണ്ടീഷൻ ഹെർണിയ ആണോ? വീക്കായ അബ്ഡമൽ മസിൽസ് വഴി ഇൻഡസ്ട്രിൻ പുറത്തോട് തള്ളി വരുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്താ? ഹെർണിയാണോ? പഠിക്കുക. വീക്കായ അബ്ഡമൽ മസിൽസ് വഴി ഇൻഡസ്ട്രിൻ പുറത്തോട്ട് തള്ളി വരുന്നതിനെ ഹെർണിയ എന്ന് പറഞ്ഞുകൂടെ? ശരിയല്ലേ? ഒരു കാര്യം വീണ്ടും പറയാണ്, ഇൻഡസ്ട്രിയൽ മസിൽസ് വീക്കാണ്. ആ കുട്ടിയുടെ
അത് കുഞ്ഞിന്റെ ഇൻഡസ്ട്രിയൽ മസിൽസ് വീക്കാണ്. അതുവഴി ഈ പറഞ്ഞ ഓർഗൻസ് എല്ലാം പുറത്തോട്ട് തള്ളി വന്നാൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഹെർണിയല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് എന്താ? ടൈപ്സ് ആണ്. നമുക്ക് ഹെർണിയയുടെ ഇമ്പോർട്ടന്റ് കാര്യം ടൈപ്സ് ആണ്. ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്സ് ഉണ്ട്? എത്രയുണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഇൻഗ്വൽ ഹെർണിയ ഉണ്ട്, അംബ്ലിക്കൽ ഉണ്ട്, അത് ഡയഫ്രമാറ്റിക് ഉണ്ട്, അത് ഗ്യാസ്ട്രോസ്റ്റൈസ് ഉണ്ടോ? ഉണ്ടോ? ഓർ ദ ഓംഫാലസി ഉണ്ടോ? കേട്ടിട്ടുണ്ട്? പേരുണ്ടോ? സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് അല്ലേ? ഞാൻ തേർഡാണ്. സോ എന്താണ് ഇൻഗ്വൽ ഹെർണിയ? ഇൻഗ്വൽ എന്താ? ഇൻഗ്വൽ ഹെർണിയ എന്താ? എന്തായിരിക്കും ഇവിടെ ഇൻഗ്വൽ ഹെർണിയ? എന്തായിരിക്കും? അംബ്ലിക്കസ് വഴിയാണോ? അംബ്ലിക്കസ് എന്ന് പറയുമ്പോൾ ഇൻഗ്വൽ വഴിയാണോ? അംബ്ലിക്കസിന്റെ ഇൻഗ്വൽ റീച്ച് വഴിയാണോ? ഓവർ ദ ഗ്രോയിങ് ആണോ? ഉണ്ടോ? ഉണ്ടോ? മഴ മഴ വെയിറ്റ് വെയിറ്റ്. ഓക്കെ കാണാമല്ലോ? കാണാമോ? മഴയാണ്. കാണാമോ? കാണാമല്ലോ? കാണാമല്ലോ? എപ്പോഴും ഇല്ലേ ഇത് ഇൻക്വലില്ലേ? ഇൻക്വൽ ഹെർണിയ എപ്പോഴും അത് കുട്ടി ജനിക്കുമ്പോഴേ, കുട്ടി ജനിക്കുന്നു 10% കുട്ടിയിലെ കുട്ടി ജനിക്കുമ്പോഴുണ്ടാവില്ലേ ഇൻക്വൽ ഹെർണിയ? എപ്പോഴും കുട്ടി ജനിക്കില്ലേ, ആ ജനിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻക്വൽ ഹെർണിയ എപ്പോഴും കുട്ടി ജനിക്കുന്ന സമയത്തല്ലേ, ആ സമയത്ത് തന്നെ ഇൻക്വൽ ഹെർണിയ കാണാറുണ്ട്. കേട്ടാണെങ്കിലും ആരെങ്കിലും ഇത്രയും വർഷത്തെ ഒരു സ്റ്റാഫ് നഴ്സ് ലൈഫിൽ കണ്ടുണ്ട് ഇൻക്വൽ ഹെർണിയ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഞാൻ ഉണ്ടുണ്ട്. കണ്ടുണ്ടല്ലോ? ഉണ്ടല്ലോ? ഉണ്ട്. ഇത് ഡെലിവറി ഇല്ലേ, ആ ഡെലിവറി സമയത്ത് തന്നെ ഇത് ഹെർണിയ ഉണ്ടായിക്കോട്ടെ. ഡെലിവറി സമയത്തിന് ഹെർണിയ ഉണ്ടാവും. എന്താ? അത് ഇൻക്വലാണ്. ശേഷം ഉണ്ട് സെക്കൻഡ് ടൈപ്പ്. ഏതാ സെക്കൻഡ് ടൈപ്പ്? ഏതാ സെക്കൻഡ് ടൈപ്പ്? ഏതാ? അംബ്ലിക്കൽ. സെക്കൻഡ് എന്താ? അംബ്ലിക് ഹെർണിയ. പോലത്തെ എന്തായിരിക്കും? അംബ്ലിക് ഏരിയ ആണോ? അംബ്ലിക് ഏരിയ വഴി ഹെർണിയേഷൻ വരുന്നതാണോ? പേര് മാത്രം പഠിക്കുക. അംബ്ലിക്കൽ ഏരിയ വഴി ഹെർണിയേഷൻ വരുന്നതാണോ? യെസ്. സെക്കൻഡ് ടൈപ്പ് എപ്പോഴും അംബ്ലിക്കൽ ഏരിയ വഴി ഹെർണിയേഷൻ വന്നാൽ അംബ്ലിക്കൽ ഹെർണിയ. തേർഡ് ഏതാ? അറിയാം. ഡയഫ്രമാറ്റിക് അല്ലെങ്കിൽ മറ്റൊരു പേര് ഇമ്പോർട്ടൻറ്റ്. ഹയാറ്റൽ. ദ ഡയഫ്രമാറ്റിക് ഹെർണിയുടെ മറ്റൊരു പേരെന്താ? ഇനി അങ്ങോട്ട് ഇതിന്റെ അവസാനം വരെ പഠിക്കുമ്പോഴേ, ഒരു ക്ലാസിന്റെ അവസാനം വരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ 3 ചോദ്യം കിട്ടും. ക്ലാസിന്റെ അവസാനം വരെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ 3 ചോദ്യം കിട്ടും. 3 ചോദ്യം. അറിയുന്നുണ്ടോ? കിട്ടും. ഇൻഡസ്റ്റൈന്റെ ഡയഫ്രം വഴി അകത്ത് നിന്നും അവിടെ പുറത്തോട് തള്ളി വന്നാൽ എന്ത് ഹെർണിയ? ഇൻഡസ്റ്റൈന്റെ ഡയഫ്രം വഴി അകത്ത് നിന്നും പുറത്തോട് തള്ളി വന്നാൽ എന്ത് ഹെർണിയ? ഹയാറ്റൽ അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് അല്ലേ? ഇൻഡസ്റ്റൈന്റെ അകത്ത് നിന്നും പുറത്തോട്ട് ഹെർണിയേഷൻ മുതൽ വിളിക്കാം
ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയഫ്രാമാറ്റിക് വിളിക്കാം. The fourth one is important. അതാ എക്സാം ചോദ്യം. ഫോർത്ത് വൺ ഇസ് ഇമ്പോർട്ടന്റ്. അതാ എക്സാമിൽ ചോദ്യം. എല്ലാ എക്സാമിലും ചോദ്യം അതാണ്. ഇത് ഓംഫാലോസ് ഉണ്ടോ? ഓംഫാലോസ് ഇല്ലെങ്കിൽ ഗ്യാസ്ട്രോഷൈസ്, അതാ ഇമ്പോർട്ടന്റ്. ദ ടൈപ്സ് ഓഫ് ഹെർണിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇതുവരെയുള്ള എല്ലാ എക്സാമിലും 3 അധികം ചോദിച്ച സ്ഥലമാണ്. ഓംഫാലോസ് ഇല്ലെങ്കിൽ ഗ്യാസ്ട്രോഷൈസിസ് എന്താണ്? എവിടെയും കണ്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ചോദ്യം ദ ടൈപ്സ് ഓഫ് ഹെർണിക്കകത്ത് ഓംഫാലോസ് ഇല്ലെങ്കിൽ ഗ്യാസ്ട്രോഷൈസിസ് എന്ന വാക്ക് ഏതെങ്കിലും എക്സാമിൽ കണ്ടുണ്ടോ? എക്സാം എഴുതിയാലേ കാണുള്ളൂ. എക്സാം എഴുതിയാലല്ലേ കാണുള്ളൂ. എഴുതിയുണ്ടോ ആരെങ്കിലും? എങ്കിൽ പറഞ്ഞേ 4 ടൈപ്പ് ഹെർണിയ പറഞ്ഞില്ലേ? അതിൽ ഇംഗ്വൽ കനാൽ വഴി പുറത്തോട്ട് വരുന്ന ഹെർണിയത, ഇംഗ്വൽ കനാൽ വഴി പുറത്തോട്ട് ഹെർണിയത ഇംഗ്വൽ ഹെർണിയ അല്ലേ? ഇംഗ്വൽ മീൻസ് എന്താ? ഇൻഡസ്റ്റൈൻ വഴിയാണോ? ഇംഗ്വൽ മീനിങ് ഇൻഡസ്റ്റൈൻ വഴിയല്ലേ? ആണോ? യെസ്, ഇൻഡസ്റ്റൈൻ വഴി പുറത്തോട്ട് അല്ലേ? ഇൻഡസ്റ്റൈൻ വഴി പുറത്തോട്ട് വന്നതാണ് ഇംഗ്വൽ അല്ലേ? ഇൻഡസ്റ്റൈൻ വഴി പുറത്തോട്ട് വന്നായിരിക്കും ഇംഗ്വൽ അല്ലേ? ഇൻഡസ്റ്റൈൻ വഴി പുറത്തോട്ട് വന്ന ഇംഗ്വലാണ്. ഇനി അംബ്ലിക്കസ് വഴി എന്ത് വിളിക്കാം? അംബ്ലിക്കസ് വഴിയാണെങ്കിൽ എന്ത് വിളിക്കാം? അംബ്ലിക്കൽ ഹെർണിയ. ആൻഡ് ഡയഫ്രം വഴി വന്നാൽ ഹെർണിയേഷൻ വന്ന് വിളിക്കാം ഡയഫ്രമാറ്റിക് ഹെർണിയ. 3 ടൈപ്സ് ക്ലിയർ ആയോ? 3 ടൈപ്സ് ക്ലിയർ ആയോ? പറഞ്ഞേ. ഇൻഡസ്റ്റൈൻ വഴി എന്താ? ഇൻഡസ്റ്റൈൻ വഴി പുറത്ത് വിളിക്കാം ഇംഗ്വൽ. അംബ്ലിക്കസ് വഴിയാണെങ്കിലോ? അംബ്ലിക്കസ് വഴി ഇൻഡസ്റ്റൈൻ പുറത്തു വന്നതിരിക്കും. അംബ്ലിക്കസ് വഴി ഇൻഡസ്ട്രി വന്നാൽ അംബ്ലിക്കസ് വഴി ഇൻഡസ്ട്രി എന്ന് വിളിക്കാം അംബ്ലിക്ക അല്ലേ? ആ ഡയഫ്രം ആണെങ്കിലോ? ഡയഫ്രം വഴി ഇൻഡസ്റ്റൈൻ വന്നാൽ എല്ലാം പഠന ഏതാ? ഇൻഡസ്റ്റൈൻ അല്ലേ? പഠന വഴി ഏതാ? സാധനം അല്ലേ? ഇൻഡസ്റ്റൈൻ അംബ്ലിക്കസ് വഴി വന്നാൽ എന്ത് വിളിക്കാം? ഇൻഡസ്റ്റൈൻ അംബ്ലിക്കസ് വഴി വന്നെന്ന് വിളിക്കുക. ചോദ്യം വരും. ഇൻഡസ്റ്റൈൻ അംബ്ലിക്കസ് വഴി വന്നാൽ അംബ്ലിക്കൽ ഹെർണിയ. ഇൻഡസ്റ്റൈൻ ഇംഗ്വൽ കനാൽ വഴി വിളിക്കാം. ഇൻഡസ്റ്റൈൻ ഇംഗ്വൽ കനാൽ വഴി ഇംഗ്വൽ ഹെർണിയ. ഇൻഡസ്റ്റൈൻ ഡയഫ്രം വഴി വന്നാൽ എന്ത് ഹെർണിയ? ഡയഫ്രമാറ്റിക് ഹെർണിയ. 3 കിട്ടിയോ? സിമ്പിൾ പഠിക്കും. സംഭവം ഇംഗ്ലീഷിൽ പഠിച്ചാൽ കൺഫ്യൂഷൻ ആവല്ലേ? ശരിയല്ലേ? ഇംഗ്വലും അംബ്ലിക്കസും ഡയഫ്രമാറ്റിക് 3 ഇംഗ്ലീഷിൽ പഠിച്ചാൽ എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. ഇംഗ്വൽ വഴി വരുന്നതാ? ഈ 3 സ്ഥലത്തുമുള്ള സാധനം ഏതാ? ഇൻഡസ്ട്രി ആണോ? ഇത് കോമൺ ഏരിയ ഏതാ? ഇൻഡസ്ട്രി ആണോ? ഇവിടെ 3 അടുത്തും വരുന്ന സ്ഥലം ഇൻഡസ്ട്രി ആണോ? ഇൻഡസ്ട്രി ആണോ? ഇൻഡസ്ട്രി അല്ലേ? ഓർമ്മിക്കോ അത്? അത് ഓർമ്മിച്ചാൽ മതി. ഫോർത്ത് ഏതാ? ഗ്യാസ്ട്രോഷൈസിസ്. ഫോർത്ത് ആണ്, നല്ല പേരാണ്. ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഇടുക. ഗ്യാസ്ട്രോഷൈസിസ് അല്ലെങ്കിൽ ഓംഫാലോസിൽ. എന്താണ് ഗ്യാസ്ട്രോഷൈസിസ്? ചോദ്യം വരും. ഗ്യാസ്ട്രോഷൈസിസ് കാണുന്നുണ്ടോ? എന്താ കാണുന്നത്? ചോദിക്കുക കേട്ടോ. ചോദ്യം വരും. ഓർഗൻസ് പുറത്തു പോയി. എന്ത് ഓർഗൻസ് ആണ്? അത് വരാൻ കാരണം എന്താ? ഇൻഡസ്ട്രിയൽ ഓർഗൻസോ പുറത്തോട്ടൊരു കാരണം എന്താ? കാരണമുണ്ട്. എന്താ കാരണം? ഒരു മെമ്പറൈനസ് കവറിങ് ഇല്ല അല്ലേ? മസിൽസ് വീക്ക്. ശരിയാണ്. ഒരു മെമ്പറൈനസ് കവറും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ കണ്ടൻസ് എല്ലാം അംബ്ലിക്കസ് വഴി പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? ഒരു മെമ്പറൈനസ് കവറും ഇല്ലാതെ, ഒരു കവറിങ്ങും ഇല്ലാതെ ഈ പറഞ്ഞ അംബ്ലിക്കസ് വഴി ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ കണ്ടൻസ് എല്ലാം പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം?
അബ്ഡോമിനകത്തുള്ള എല്ലാ കണ്ടന്റും ഒരു കവറിങ്ങും ഇല്ലാതെ പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? അബ്ഡോമിനകത്തുള്ള എല്ലാ കണ്ടന്റും ഒരു കവറിങ്ങും ഇല്ല, കവറിങ് ഇല്ല, ഒരു കവറിങ്ങും ഇല്ലാതെ പുറത്തു. ഗ്യാസ്ട്രോഷൈസിസ്, ഗ്യാസ്ട്രോഷൈസിസ്. ഇത് എന്ത് ഡിസോർഡറാ? കഞ്ചനിലാണോ? ജനൈറ്റിലാണോ? യെസ് അല്ലേ? അല്ലേ? ഫിഷർ ഓപ്പണിംഗ് അല്ലേ? ഫിഷർ അല്ലേ? ഫിഷർ അല്ലേ? ഓപ്പണിംഗ് അല്ലേ? ആ, അബ്ഡോമൻ വാൾ വഴി കൺജനറ്റായിട്ട് ഓപ്പൺ ചെയ്ത് വിളിക്കാം. കൺജനറ്റായിട്ട് അബ്ഡോമൻ വാൾ വഴി ഓപ്പണിംഗ് വരുന്നു. ഇൻഡസ്ട്രിയൽ ഓർഗൻസ് എല്ലാം പുറത്തോട്ട് വന്നാൽ എന്ത് കണ്ടീഷനാ? ഗ്യാസ്ട്രോഷൈസിസ്, ഗ്യാസ്ട്രോഷൈസിസ്. കിട്ടിയോ? കിട്ടിയോ? നെക്സ്റ്റ് ഈസ് ഓംഫാൽസ് എന്താ? നെക്സ്റ്റ് ഈസ് ഓംഫാൽസ് എന്താ? ഓംഫാൽസ്, ഓംഫാൽസ് പറയും. ഓംഫാൽസ് എന്താ? ഈസ് present. സ്റ്റാറ്റിക്സ് പഠിച്ചോളൂ. സ്റ്റാറ്റിക്സ് പഠിച്ചോളൂ. സ്റ്റാറ്റിസ്റ്റിക്സ്, റിസർച്ച്, എഡ്യൂക്കേഷൻ പഠിച്ചോ. സ്റ്റാറ്റിസ്റ്റിക്സ്, റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ് പഠിച്ചോ. പഠിച്ചോ? റെക്കോർഡിങ് കിട്ടിയല്ലോ അവർക്ക്, റെക്കോർഡിങ് കിട്ടിയല്ലോ. അത് പഠിക്കാൻ താമസം എന്താ? അത് പഠിക്കാൻ വെറും 4-5 ക്ലാസ്സല്ലേ ഉള്ളൂ. പഠിക്കാൻ 4-5 ക്ലാസ്, ഇത്രയും പഠിക്കില്ലെന്നും ആളൊന്നും ഇത്രയൊന്നും ഇല്ലല്ലോ. OBG ആയാലും പീഡിക്കലും ബാക്കി എല്ലാം പഠിക്കുക അത്രയൊന്നുമില്ലല്ലോ, അത്രയൊന്നുമില്ലല്ലോ. വെറും 3-4 ക്ലാസ്സുകളേ ഉള്ളൂ. സ്റ്റാറ്റിക്സ്, OBGയും ഇത്ര ഉണ്ടോ? ഇത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സ്റ്റഡി എത്ര ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ എത്ര ഉണ്ടോ? ഇല്ല. റിസർച്ച് ഇല്ല. അശ്വതി മെസ്സേജ്, ആർക്കും കിട്ടാവുന്ന മെസ്സേജ്, ആർക്കും കിട്ടും. 1-2 ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ അവിടെ ചോദ്യം അവിടെ വരത്തുള്ളൂ. 1-2 ക്ലാസ്സേ ഉള്ളൂ. ചോദ്യം അവിടെ നിന്നേ വരത്തുള്ളൂ. അത് ആദ്യം പഠിക്കുക, അവസാനം പഠിക്കാൻ നിൽക്കരുത്. ഇത് കഴിഞ്ഞ് വേറെ എക്സാം ഇല്ല. ഇത് കഴിഞ്ഞാൽ എല്ലാം തരാം. എന്താ സാർ എന്താ ട്രെൻഡ്സ് ചോദിച്ചത്? ട്രെൻഡ്സ് മീനിങ് എന്താ ചോദിച്ചത്? ട്രെൻഡ്സ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിക്സ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഒക്കെയാണ്. അത് നോട്ടുണ്ട് കേട്ടോ, നോട്ടിനൊക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സ്റ്റാറ്റിക്സ് അതിനകത്ത് വരും. ഇനി അവിടെ 2 നോട്ട് എഴുതും, 2 നോട്ട് എഴുതിയതും നല്ല നോട്ട് റെക്കോർഡിംഗ് ഉണ്ട്. പഠിക്കും എല്ലാവരും, പഠിക്കൂ. വെറും 1-2 ദിവസം, 3 ദിവസം മെസ്സേജ് തരാം. ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ മെസ്സേജ് തരാം കേട്ടോ. നോട്ടും റെക്കോർഡിംഗ് പഠിച്ചാൽ മതി. പക്ഷെ അവസാനം പഠിക്കരുത് കേട്ടോ. ഒരിക്കലും ഈ കാര്യമൊന്നും അവസാനം പഠിക്കരുത്. ഓക്കെ, അവസാന സമയത്ത് ലാസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലും ആരും പഠിക്കരുത്. ഓക്കെ, ആരും അവസാനം പഠിക്കാൻ നിൽക്കുക. ഇപ്പൊ പഠിക്കണം. സ്റ്റാർട്ടിങ് സമയത്ത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അനുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയോ? ഞാൻ പഠിപ്പിച്ചെല്ലാം ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടാക്കിയല്ല, ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ എത്ര പേപ്പർ? എത്ര പേപ്പർ നീ നോക്കട്ടെ, ഒരു മിനിറ്റ്. എത്ര? ഞാൻ കണ്ടില്ല, നോക്കട്ടെ. കണ്ടില്ല. എത്ര പേപ്പർ? 51 അല്ലേ? 51. ഹൈഡ്രോസഫാലസ് ഉണ്ടായിരുന്നല്ലേ? ഹൈഡ്രോസഫാലസും ക്ലഫ്റ്റ് ലിപ്പും ക്ലഫ്റ്റ് പാറ്റും and 3 C's CSF ഉണ്ടായിരുന്നല്ലേ? ഓറം തിയറി ഞാൻ ഇപ്പൊ കണ്ടോ. ഓക്കെ, ഉണ്ടായിരുന്നല്ലേ? പഠിക്കേട്ടല്ല. 5 ബ്രേക്ക് ആയിരുന്നു കേട്ടോ, 5 ബ്രേക്ക് തരാം. മഴയാണ്. ഇപ്പൊ വരാം. ഓക്കെ, സമയത്തായി.
സമയം എത്രയായി? 8:40 അല്ലേ? 8:48. 8:45 വരാം കേട്ടോ. ഒരുപാട് താമസം. 8:44. മഴ കാണാൻ മുട്ടിയിരിക്കുക. മഴ കാണാൻ വേണ്ടിയേ. ഇത് ലീല പറഞ്ഞ പോലെ മഴ കാണാൻ നോക്കിയിരിക്കുക. മഴ കണ്ടു മതിയെ. ഓടിക്കത് വഴി കമ്പവിടെ ഇപ്പഴി വെളിയാക്കാതിരിക്കും. മഴ കാണാൻ മുട്ടിയിരിക്കുക. ഓടിപ്പോ.
സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞാലേ ഇത് പഠിച്ചില്ല എന്താ അവസ്ഥ? ഇത് പഠിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? ആരും പറഞ്ഞു, ആർക്ക് പറയാൻ പറ്റും? ആർക്ക് നിങ്ങൾ ഇത് മൈക്ക് ഓൺ ചെയ്ത് ഇത് കഴിഞ്ഞ് എക്സാം പഠിച്ചില്ലെങ്കിൽ അടുത്ത 2-3 വർഷം എന്താ അവസ്ഥ? ഇപ്പോൾ ഉള്ളത് പോലെ പോകുന്നതാണോ? അല്ലോ ആണോ? പറഞ്ഞ്, ഒരു റോബോട്ട് പോലെ ഇപ്പോൾ ഉള്ള ജോലി തുടർന്നു പോകുന്നതാണോ? ഒരു റോബോട്ടിനെ പോലെ ഇപ്പോഴുള്ള ജോലി പോവുക, വീട്ടിൽ വരിക, ഫാമിലി നോക്കുക, പോകുന്നതാണോ? ആണോ? ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ എക്സാം പാസ്സായില്ലെങ്കിൽ അവസ്ഥ എന്താ? എക്സാം പാസ്സായില്ലെങ്കിൽ അവസ്ഥ എന്താ? ഇപ്പോ ഉള്ളത് പോലെ ഒന്നുകിൽ ജോലി എന്തെങ്കിലും ടെമ്പററി ആയിരിക്കും, പോവുക വരിക, അല്ലെങ്കിൽ പറഞ്ഞ ഫാമിലി നോക്കിപ്പോകുന്നതാണോ? ആണോ? 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 പാസ്സാവും? പാസ്സാകുമോ? 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 പറഞ്ഞു, പാസ്സാവും? പാസ്സാവും. എല്ലാം പറഞ്ഞില്ല, പാസ്സാവും. ഇപ്പൊ ഉള്ളതിൽ പോണോ? ഇപ്പൊ ഉള്ളതുപോലെ പോണോ? ലൈഫ് ഇപ്പോൾ ഉള്ളതുപോലെ മതിയോ? പറ്റില്ല, പാടില്ല. മതിയോ? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതുപോലെ മതിയോ? പാടില്ല. നിങ്ങൾ മാറും. പഠിക്കുക, നിങ്ങൾ മാറും, ഉറപ്പായും മാറും. എന്റെ ക്ലാസ് കൃത്യം പഠിക്കുക, ഉറപ്പായിട്ടും. ഇപ്പൊ ഒരു ബ്രേക്ക് ആയിട്ട് പറയുകയാണ്, അതുപോലെ പഠിക്കുക. നോട്ടും ക്ലാസ്സും അതുപോലെ പഠിക്കുക. കണ്ടല്ലോ, ഇത്രയും ദിവസം കണ്ടല്ലോ, ആ നോട്ടിന്റെ പ്രത്യേകം മനസ്സിലായല്ലോ. ഇത്രയും ദിവസം കണ്ടല്ലോ, ആ നോട്ട്സ് എങ്ങനെയാണ് മനസ്സിലായല്ലോ. ഒരു ബുക്കിനകത്ത് പോലും ഇല്ലാത്ത കേരള PSC എക്സാമിൽ ചോദിക്കുന്ന പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ട്സ്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ പോലും കാര്യം, പല ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചാൽ പോലും കണ്ടെത്താൻ ശ്രമിക്കാൻ പറ്റാത്ത രീതിയിൽ ചോദ്യമുണ്ട് അല്ലെ? ഒരു ബുക്കല്ല, 5 ബുക്ക് വാങ്ങിച്ചാൽ പോലും അത് ചോദ്യം കണ്ടെത്താൻ. ക്ലെഫ്റ്റ് ലിപ്പ് കണ്ടല്ലോ, എല്ലാവർക്കും കണ്ടല്ലോ. അതൊന്നും ഒരു ബുക്കില്ല. 5 ബുക്ക് നോക്കിയാൽ പോലും കിട്ടില്ല. അതുപോലെ കാര്യമുണ്ട്. കണ്ടു. ചോദ്യം ഉറപ്പായും സോസേജ് ജെല്ലിയിലേക്കെല്ലാം കണ്ടു. അതേപോലെ തന്നെ ഞാൻ എഴുതിയ നോട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഈ സോസേജ് ഇല്ലേ, പക്ഷെ ആ ചോദ്യം ഉണ്ടാക്കിയപ്പോ അറിയാമോ? 3 വർഷം മുമ്പാണ് ആ ചോദ്യം ഉണ്ടാക്കിയത്. ഞാൻ 3 വർഷം മുമ്പേ അറിയായിരിക്കും. കഴിഞ്ഞ DHS ഉള്ള ആൾക്കറിയായിരിക്കും. കഴിഞ്ഞ DHSന് ഉണ്ട ആൾക്കറിയായിരിക്കും. എല്ലാ നോട്ട്സും, റിട്ടൺ നോട്ട്സ് ഞാൻ എഴുതി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ലിപ്പായാലും സോസേജ് ശരി, വേറെ ഉണ്ട് മാസം കിട്ടിയല്ലോ എല്ലാവർക്കും. അതുപോലെ പഠിക്കുക. ഒരു ടെക്സ്റ്റ് നോക്കാം കേട്ടോ, ഒരു ടെക്സ്റ്റ്. ഇനി അങ്ങോട്ട് ഒരു റാങ്ക് ഫെഡ് നോക്കാം കേട്ടോ. ഞാൻ പറയാൻ എടുത്ത് ദൂരെ കളയാം, അതിൽ എനിക്ക് അയച്ചു കേട്ടോ. എടുത്തത് ദൂരെ കളയും. പ്ലാസ്റ്റിക് കണ്ടു പഠിക്കുക. പ്ലാസ്റ്റ് അല്ലെ? കണ്ടോടേക്ക് കണ്ടില്ല? യെസ്, പഠിക്കുക. സോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ഇവിടെ, എവിടെ സ്റ്റോപ്പ് ചെയ്ത്? ഇവിടെ അംബ്ലിക്കൽ ഹെർണിയാണോ? അല്ല, ഒംഫാസിൽ. യെസ്. ഒരു മെമ്പറൈനസ് കവറിംഗും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ ഓർഗൻസ് അംബ്ലിക്കസ് വഴി പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? ഒരു മെമ്പറൈനസും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ ഓർഗൻസ് പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? ഒരു ഇൻഡസ്ട്രിയൽ ഓർഗൻസ് എന്താണ്? കവറിംഗ് ഇല്ലാതെ പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? ഗ്യാസ്ട്രോഷൈസിസ് അല്ലേ?
ഒരു മെമ്പറേസ് കവറിങ്ങും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ ഓർഗൻസ് പുറത്തോട്ട് വരുന്നതിനെ ഗ്യാസ്ട്രോഷൈസിസ്. അപ്പുറത്തെ ഇവര് ഷൈനല്ല ഷൈസിസ്. കാരണം എന്താണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ഷൈനില്ല. ഇല്ല ഇതുവരെയുള്ള ക്ലാസ് ചേട്ടാ, ഇതുവരെയുള്ള പെൻഡിങ് ക്ലാസ് ചേട്ടാ. ഇതുവരെ തനിക്ക് കിട്ടാവുന്ന ക്ലാസ് മാത്രമേ ചൂടി. ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ക്ലാസ് ലൈവ് ക്ലാസ് ഉണ്ട്, കണ്ടായിരുന്നു എനിക്ക്. ലൈവ് ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യട്ടോ. ഇപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട്. യെസ്, കിട്ടിയല്ലോ. അടുത്ത നെക്സ്റ്റ് ഇത് ഓംഫാൽസ് എന്താ? ഗ്യാസ്ട്രോ കിട്ടി. എന്താ ഗ്യാസ്ട്രോ കിട്ടിക്ക്? എന്താണ് ഓംഫാൽസ്? ഓംഫാൽ എന്തായിരിക്കും? ഇത് ഓംഫാലോ ആയാലും ഗ്യാസ്ട്രോ ആയാലും ദ മെയിൻ റീസൺ ദ കൺജന്റ് ആണ്. എനിക്കുള്ള ഫസ്റ്റ് കാര്യം, ഓംഫാലോ ആയാലും ഗ്യാസ്ട്രോ ആയാലും മെയിൻ റീസൺ എന്താ? ദ കൺ ആണോ കൺജന്റ് ആണോ? ഫോൺ ഓഫ് ചെയ്യണം കേട്ടോ, ഫോൺ ഓഫ് ചെയ്യണം. സംശയം എന്നറിയാമോ? സാർ എന്നെ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമോ? പറ്റൂടെ? പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അല്ല, നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? പറ്റും. പറ്റൂടെ? ആ പറ്റുമെന്ന് തലയാട്ടുന്ന അനീഷ ക്യാമറ ഓഫ് ചെയ്തേ. ആ പറ്റുമെന്ന് തലയാട്ടുന്ന അനീഷ ക്യാമറ ഓഫ് ചെയ്തേ. ഞാൻ കണ്ടു. തലങ്ങാട്ടയാണ്, തലങ്ങ പറ്റും. ആ കാണാനില്ല കേട്ടോ അനീഷ, അവിടെ കാണാനില്ല. ഞാൻ ഉള്ളൂടെ കേട്ടോ. ഞാൻ കണ്ടു. ക്യാമറ ഓഫ് ചെയ്തു. ഓക്കെ. അബ്ഡമൽ ഓപ്പണിംഗ് വഴി ഒരു കൺജൽ ഫിഷർ വന്ന് വിളിക്കാം. അബ്ഡമൽ ഓപ്പണിംഗ് വഴി ഒരു ഫിഷർ വന്നാൽ എന്ത് വിളിക്കാം? ഗ്യാസ്ട്രോ ഷൈസ് അല്ലേ? ഇതുവഴി എന്ത് പുറത്തോട്ട് വരും? ഇതുവഴി എന്താണ് പുറത്തു വരുന്നത്? ഇൻഡസ്ട്രി ഓർഗൻസ് അല്ലേ? ഇതുവഴി എന്താണ് പുറത്തു വരുന്നത്? ഇൻഡസ്ട്രിയൻസ് അല്ലേ? ഇൻഡസ്ട്രി അല്ലേ? അബ്ഡമൽ വാൾ വഴി ഇൻഡസ്ട്രിയൽ ഓർഗൻസ് പുറത്തോട്ട് വിളിക്കാം. ഗ്യാസ്ട്രോ ഷൈസിസ്. അബ്ഡമൽ വാൾ വഴി ഇൻഡസ്ട്രിയൽ ഓർഗൻസ് പുറത്തു വിളിക്കാം. ഗ്യാസ്ട്രോ ഷൈസിസ്. നെക്സ്റ്റ് എന്താ? ഓംഫാൽസ് എന്താ? നെക്സ്റ്റ് ഇസ് ഓംഫാലോസിൽ എന്താ? ഓംഫാലോസിൽ തരികയും ഓംഫാലോസിൽ പറഞ്ഞത് മറ്റു പേരുണ്ട്. ഇൻബോൺ അംബ്ലിക്കൽ ഹെർണിയ വിളിക്കാറുണ്ട്. ഇൻബോൺ അംബ്ലിക്കൽ ഹെർണിയ എന്നും വിളിക്കാറുണ്ട്. എന്താണ് സംഭവം? ഓംഫാലോസ് ഇല്ലെങ്കിൽ ഇൻബോൺ അംബ്ലിക്കൽ ഹെർണിയ എന്തായിരിക്കും? ഈ പറഞ്ഞ അബ്ഡമൽ കണ്ണ് ചുറ്റും ഒരു കവറിങ് ഉണ്ടോ? അബ്ഡമൽ കണ്ടന്റ് ചുറ്റും കവറിങ് ഉണ്ടോ? അബ്ഡമൽ കണ്ടന്റ് ചുറ്റുമായിട്ട് കവറിങ് ഉണ്ടോ? ഉണ്ട്. പറഞ്ഞു. അബ്ഡമൽ കണ്ടന്റ് ചുറ്റും കവറിങ് ഉണ്ടോ? ഒരു സാക്ക് ഉണ്ടോ? അബ്ഡമൽ കണ്ടന്റ് ചുറ്റുമ്പോൾ സാക്ക് ഓർ കവറിങ് ഉണ്ടോ?
അബ്ഡോമിനൽ കണ്ടന്റ് ചുറ്റുമായിട്ട് സാക്ക് ഓർ കവറിങ് ഉണ്ടോ? അബ്ഡോമിനൽ കണ്ട ചുറ്റുമായിട്ട് ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞേ. ഉണ്ട്, ഉണ്ട്. ആ അംബ്ലിക്കോടല്ലേ, അംബ്ലിക്കൽ സാക്കിനകത്തുള്ള അബ്ഡോമിനൽ കണ്ടൻസ് എന്ത് ചെയ്യും? അത് പുറത്തോട്ട് തള്ളി വന്നാൽ എന്ത് വിളിക്കാം? അംബ്ലിക്കൽ കോഡിനകത്തുള്ള സാക്ക് വഴി അംബ്ലിക്കൽ കണ്ടൻസ് പുറത്തോട്ട് തള്ളി വന്നാൽ എന്ത് വിളിക്കാം? ഒംഫാലസീലാണോ? ആണോ? ഒംഫാലല്ലേ? ശരിയല്ലേ? അംബ്ലിക്കൽ കോഡിനകത്തുള്ള സാക്കിനകത്ത് കൂടെ അംബ്ലിക്കൽ കണ്ടൻസ് എല്ലാം പുറത്തോട്ട് തള്ളി വിളിക്കാം. ഓംഫാലോസ് ഇല്ലെങ്കിൽ ദ ഇൻ ബോൺ അംബ്ലിക്കൽ ഹെർണിയ, ദ ഇൻ ബോൺ അംബ്ലിക്കൽ ഹെർണിയ എന്ന് വിളിച്ചുകൂടെ? അതാ പഠിപ്പിച്ചത്. ദ ഇൻ ബോൺ അംബ്ലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ ഓംഫാലോസീൽ എന്ന് പറയുന്നതായിരിക്കും ഇൻ ബോൺ അംബ്ലിക്കൽ. ഇനി എക്സാമിൽ ചോദിക്കാം, ഇൻ ബോൺ ചോദിച്ചാലും ഓംഫാലോസീൽ ചോദിച്ചാലും രണ്ടും ഒന്നാണ്, മറക്കരുത്. അബ്ഡോമിനൽ കണ്ടൻസ് എല്ലാവരും ഇത് അംബ്ലിക്കോട് പുറത്ത് തള്ളിവിടില്ലേ? ശരിയല്ലേ? 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 ഇനി വാക്കുണ്ട്. യെസ്. എക്സോ താൽമോസ് ആണോ ഓർ എക്സോ ഫാൽമസ് ആണോ? എക്സോ ഫാൽമസ് ആണോ? നെക്സ്റ്റ് എന്തായിരിക്കും? എക്സോ ഫാൽമോസ് ആണോ എക്സോ താൽമോസ് ആണോ? നമ്മൾ എവിടെ എക്സോ താൽമോസ് പഠിക്കുന്ന ഒരു വാക്ക് പറയാണ്. നമ്മൾ എവിടെ എക്സോ താൽമോസ് പഠിക്കും? എൻഡോക്രൈൻ എവിടെയാ പഠിക്കുന്നത്? പഠിക്കും എൻഡോക്രൈനിലൂടെ പഠിക്കും. എക്സോ താൽമോസ് എൻഡോക്രൈൻ പഠിക്കാറുണ്ടോ? തൈറോയിഡിലാണോ? തൈറോയിഡിന്റെ ഗ്രേവ്സിനകത്താണോ? എന്താ ഹൈപ്പറിനകത്താണോ? ഹൈപ്പറിനകത്താണോ? ആണ്. ആണല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പക്ഷെ അതുപോലെ വാക്കുണ്ട്. എന്താ എക്സോ ഫാൽമസ്? എന്താ എക്സോ ഫാൽമസ്? എക്സോ ഫാൽമസ് എന്താ? ഫാൽമസ് എന്തായിരിക്കും? എന്തായിരിക്കും എക്സോ ഫാൽമസ്? എന്തായിരിക്കും? ഇത് പുറത്തുവിടുന്നത് അംബ്ലിക്കസ് വഴിയാണോ? അബ്ഡോമിനൽ കണ്ടൻസ് പുറത്തോട്ട് വരുന്നത് അംബ്ലിക്കസ് വഴിയാണോ? അബ്ഡോമിനൽ കണ്ടൻസ് പുറത്തോട്ട് വരുന്നത് അംബ്ലിക്കസ് വഴിയാണോ? അല്ല. ആ ചോദ്യം വരും. എവിടെയാ? അംബ്ലിക്കസിന്റെ അടുത്തുള്ള ഏതാണ്? മെമ്പറൈൻസ് വഴിയാണോ? ആണോ? അംബ്ലിക്കസ് അരികുള്ള മെമ്പറൈൻസ് വഴിയാണോ? അംബ്ലിക്കസിന്റെ അടുത്തുള്ള മെമ്പറൈൻസ് വഴി അബ്ഡോമിനൽ കണ്ടൻസ് പുറത്തോട്ട് വരുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്താ? അംബ്ലിക്കസിന്റെ നമ്മുടെ എന്താണ് അംബ്ലിക്കസിന്റെ അടുത്തുള്ള ഈ പറഞ്ഞ മെമ്പറൈൻസ് വഴി ഈ പറഞ്ഞ അബ്ഡോമിനൽ കണ്ടൻസ് എല്ലാം പുറത്തോട്ട് വന്നാൽ എന്ത് കണ്ടീഷനാ? എക്സോ 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 തെറ്റിക്കരുത് സവിത. എക്സോ തലമസ് അല്ല, എക്സോ ഫാൽമസ് അല്ലേ? എക്സോ ഫാൽമസ് അല്ലേ? യെസ്, താൽമസ് അല്ല. താൽമസ് പഠിച്ചത് സവിത. സോറി അല്ല, തന്നെ പോലുള്ള എല്ലാവരും മനസ്സിലാക്കും പറയാണ് അല്ലേ? എക്സോ താൽമസ് എവിടെ? ഇത് ഗ്രേവ്സ് അല്ലേ? എക്സോ താലമസ് ഗ്രേവ്സിലും എക്സോ ഫാലസ് ആണ് എവിടെയാ? 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 അംബ്ലിക്കൽ ഹെർണിയ. അംബ്ലിക്കൽ ഹെർണിയ അല്ലേ? അംബ്ലിക്കൽ ഹെർണിയ. വ്യത്യാസം മനസ്സിലാവും. ഇത്രയും വർഷം അതിൽ എക്സാം ചിലപ്പം ഈ എക്സോ താൽമസും എക്സോ ഫാൽമസും ഓപ്ഷണൽ വന്നൂടെ? ഓപ്ഷനിൽ വന്നൂടെ? ഓപ്ഷനകത്ത് വന്നൂടെ? അന്ന് തെറ്റിപ്പോയിക്കൂടെ? ആ നിമിഷം തെറ്റിപ്പോകാം. ഞാൻ ഓരോ കാര്യം കൃത്യമായിട്ട് പറയാൻ തെറ്റിപ്പോകാം, മറക്കരുത്. സോ ദ ഫസ്റ്റ് ഡേ കിട്ടിയോ? അംബ്ലിക്കൽ ഹെർണിയ. ക്ലിയർ? കിട്ടിയോ? ഞാൻ എപ്പോഴും ഫ്യൂച്ചർ നോക്കട്ടെ. ഫ്യൂച്ചർ അല്ലേ? ഞാൻ എപ്പോഴും നോക്കുന്നത് ഇന്നത്തെ കാര്യമില്ല. ഞാൻ എപ്പോഴും ഇന്ന് നോക്കാറില്ല. ഇന്ന് ഒരിക്കലും ഞാൻ നോക്കാറില്ല. ഞാൻ നോക്കുന്ന കാര്യം എപ്പോഴും ഫ്യൂച്ചറാണ്. ഞാൻ ഒരിക്കലും ബാക്കിയുള്ള ആൾക്കാർ ഇന്ന് എന്ത് ചെയ്യും?
ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് നോക്കാറില്ല, ഒരിക്കലും നോക്കാറില്ല. രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് ഉറങ്ങും. ഒരു 10 മണി ഉറങ്ങും, 10 മണി വരെ, 10 മണി സുഖം ഉറങ്ങും. ശേഷം മെസ്സേജ് നോക്കും, ഒരു 100 മെസ്സേജാണ്. എല്ലാ റിപ്ലൈ കൊടുക്കും. നാളെ നോക്കട്ടോ, നാളെ എന്ത് ചെയ്യണം, മറക്കരുത്. നാളെ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കണം ഞാനാണോ നിങ്ങളാണോ? അതുപോലെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ചുറ്റുപാടാണോ നിങ്ങളാണോ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ നിങ്ങൾ ചുറ്റുപാടാണോ? നിങ്ങളല്ലേ. നിങ്ങളല്ലേ. എല്ലാവരും ഇന്ന് മേടല്ലേ. എന്റെ ഭാര്യ ഇത്രയും പഠിച്ചിട്ടും ഇപ്പോഴും ജോലിക്ക് പോയിട്ട് ശമ്പളം തികയുന്നില്ല എന്നറിവുണ്ടോ? എന്റെ ഭാര്യ ഇത്രയും പഠിച്ചിട്ടും സർക്കാർ ജോലി കിട്ടിയില്ല എന്നൊരു വിഷമം പറയുന്ന അറിവുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. എനിക്കറിയാം, ഉണ്ട്. സത്യമാണ്. ഇവിടെ കള്ളമില്ല. ക്ലാസ്സിനകത്ത് കള്ളമേ ഇല്ല. ഇപ്പൊ ക്ലാസ്സില്ലേ, എല്ലാം ഓപ്പൺ ക്ലാസ്സാണ്. കള്ളമേ ഇല്ല. എന്റെ ഭാര്യ ഇത്രയും പഠിച്ചു, അവർക്ക് എന്തുകൊണ്ട് ഒരു സർക്കാർ കിട്ടിയില്ല? എന്റെ ഭാര്യയല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ഭാര്യ, ഞാനല്ല കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഭാര്യ എന്നോ പഠിച്ചിട്ടില്ല. തിരിഞ്ഞു പോയി പറഞ്ഞു. കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാൻ പറ്റൂല. ക്ഷമിച്ചു കേട്ടോ. എന്റെ നിങ്ങളുടെ പറഞ്ഞു പോയി, വായിന്ന് വീണും പോയി. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താ? ഇനിയൊന്നും പറയില്ല. സിംഗിൾ ആണ്, മറക്കല്ലേ. സിംഗിൾ ആയതുകൊണ്ടാണ് ഇപ്പോഴും രാത്രി പോയി ക്ലാസ് കേട്ടോ, മറക്കരുത്. സബ്ജക്റ്റ് വഴി മറന്നു. സബ്ജക്റ്റ് അല്ല മറന്നു. ഞാൻ എപ്പോഴും ഇത് ലൈഫില്ലേ, ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യം ഇത് ലൈഫുമായിട്ട് കണ്ട് പഠിക്കട്ടോ, ലൈഫുമായിട്ട് ചേർത്ത് പഠിപ്പിക്കുക. അല്ലാതെ വെറും ഇത് മാത്രം പഠിപ്പിച്ച് പോകുന്നല്ല. ഇത് ലൈഫില്ലേ, ജീവിതം കൂടെ ചേർത്ത് പഠിക്കട്ടോ. ജീവിതവും പഠനവും ഒരുമിച്ച് പഠിക്കട്ടോ. ഇത് കിട്ടിയില്ലെങ്കിൽ എന്താകുമെന്ന് എനിക്കറിയാം. ഇത് കിട്ടിയാൽ എന്താകുമെന്ന് എനിക്കറിയാം. 2 വഴി എനിക്കറിയാം. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താകുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെ ജീവിക്കും എന്ന് മുൻകൂട്ടി എനിക്കറിയാം. ഇത് കിട്ടിയാൽ എങ്ങനെ ജീവിക്കുമെന്നും എനിക്ക് മുൻകൂട്ടി അറിയാം. 2 പാറ്റേൺ, 2 ചോയ്സ് എനിക്ക് അറിയാം. അല്ലാതെ വെറുതെ പറയുന്നില്ല. 2 ലൈഫ് പാറ്റേണില് ഇതുവഴി പോയ എങ്ങനെയാ, അതുവഴി പോയ എങ്ങനെയാ എനിക്ക് നന്നായി അറിയാം. ലൈഫ് എക്സ്പെറിയാണ്, ഉറപ്പായിരിക്കും അറിയാം. ആവശ്യമുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ കാര്യം? ആ വഴി പോയ കണ്ടിരിക്കും, ഈ വഴി ഇങ്ങനെ പോയി കണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഒരു വണ്ടിയിൽ പോയ സമയത്ത് ആ വഴി പോയാൽ ഞാൻ പെട്ടെന്നെത്തുന്നു, ഈ വഴി പോയാൽ ഞാൻ എത്തുന്നു. അറിയാം. എപ്പോഴെങ്കിലും ഒരു ബസ്സിൽ പോയപ്പോഴും ഞാൻ ആ വഴി പോയ എങ്ങനെയിരിക്കും, ഈ വഴി പോയ എങ്ങനെയിരിക്കും അറിയാം. അതുകൊണ്ടോ? ഉണ്ട്. അതുപോലെ ഞാൻ തോറ്റാൽ എങ്ങനെ എനിക്കറിയാമോ? ഞാൻ ഫെയിലായി ഇനി ഒന്നും പറഞ്ഞ ആവശ്യമില്ല. പഠിപ്പിക്കുക, പോവുക, അത്രേ ഉള്ളൂ. ശരി. പക്ഷെ അതൊന്നും പറയില്ലേ. ഞാൻ പഠിപ്പിക്കുക, ശരിയല്ലേ? പഠിപ്പിക്കുക, പോവുക മാത്രം പറയണ്ടേ? ശരിയല്ലേ? ഞാൻ പഠിപ്പിക്കുക, പോവുക മാത്രം പറഞ്ഞ, പക്ഷെ അതല്ല. നിങ്ങൾ പാസ്സാകണം. നിങ്ങൾ തോറ്റാൽ എന്ത് ചെയ്യും? പറഞ്ഞേ. എന്ത് ചെയ്യും? തോറ്റപ്പോ എന്ത് ചെയ്യും? ഒന്നുമില്ല. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വീട് ഒരുക്കി കാത്തിരിക്കുക, വീണ്ടും കാത്തിരിക്കുക. അത്ര മോശമല്ലേ? ഡിപ്രഷൻ അല്ല, അടുത്ത 2-3 വർഷം കാത്തിരിക്കുക.
പിന്നെ എഴുതുക. സമയം കുറവല്ലേ, വീണ്ടും എക്സാം പാറ്റേൺ മാറും. പക്ഷെ ഈ ഒരു സമയം ദ റൈറ്റ് മോമെന്റ് തരുന്നു. 47 ദിവസം ഇനിയുള്ളൂ. 47ആണോ? 47ആണോ? ഇന്നുകൂടി 47ആണോ? 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 ഇനിയോ? യെസ്, 47 days. കൃത്യമായി തരുന്ന കാര്യം, ആ ജോലിയൊക്കെ ഇടയ്ക്ക് ലീവ് എടുക്കുക കേട്ടോ. ജോലിക്ക് ലീവ് എടുക്കുക, യാത്ര ഒഴിവാക്കും, കല്യാണം മാരേജ് ഒഴിവാക്കും, പഠിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. ആംബ്ലിക്കസ് പറഞ്ഞല്ലോ, പറഞ്ഞു. ആംബ്ലിക്കസ് കിട്ടിയല്ലോ, കിട്ടി. ആംബ്ലിക്കസിന് അടുത്തുകൂടി ഈ പറഞ്ഞ അബ്ഡോമൽ ഓർഗൻസ് പുറത്ത് വിളിക്കാം. അബ്ഡോമൽ കണ്ടൻസ് എല്ലാം അംബ്ലിക്കസിന് അടുത്തുകൂടി, അംബ്ലിക്കസിലെല്ലാം അടുത്തുകൂടി പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എക്സോ കണ്ടൻസ്. ഇന്ന് എന്റെ ഫ്രണ്ട് അന്ന് കേട്ടോ, എന്റെ ഫ്രണ്ട് അല്ലേ, ഇന്ന് ഫ്രണ്ട് ബ്രദർ, ഞാൻ 1000 രൂപയ്ക്ക് ക്ലാസ് തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, യൂട്യൂബ് കാണാറുണ്ട്. 1000 രൂപയ്ക്ക് എന്താണ്, ജസ്റ്റ് 1000 റുപ്പീസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാണ്. യൂട്യൂബ് ഒക്കെ അറിയാം. യൂട്യൂബിലൂടെങ്കിലും ഇത് 1000 റുപ്പീസിന് ഈ ക്ലാസ് തുടങ്ങി കണ്ടായിരുന്നു നോക്കട്ടോ. യൂട്യൂബിൽ കണ്ടായിരുന്നു, നോക്കട്ടെ, പഠിക്കും, നോക്കട്ടെ. ഞാൻ ഒന്നും പറഞ്ഞില്ല, റെക്കോർഡ് പറഞ്ഞില്ല. നോക്കട്ടോ, നോക്കട്ടോ. 1000 രൂപയ്ക്ക് DME. അതെ, നോക്കുക. അംബ്ലിക്കസിലൂടെ അബ്ഡോമൽ കണ്ടൻസ് പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? അംബ്ലിക്കസിലൂടെ അബ്ഡോമൽ കണ്ടൻസ് പുറത്തോട്ട് വന്നാൽ എന്ത് വിളിക്കാം? എക്സോ ഫാൽമസ് അല്ലേ? എക്സോ ഫാൽമസ് അല്ലേ? അല്ലേ? ശരിയല്ലേ? അംബ്ലിക്കസിലൂടെ ക്ലിയർ. പക്ഷെ ഇത് ആരും പഠിക്കില്ല, അത് കൃത്യം ഓർമ്മിക്കുക. ഫസ്റ്റ് ക്ലിയർ ആണ്. സെക്കൻഡ് ഇപ്പൊ ഇതാ ഡയഫ്രമാറ്റിക് ഹെർണിയ. സെക്കൻഡ് ഇതാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ. സെക്കൻഡ് ഇതാ ഡയഫ്രമാറ്റിക് ഹെർണിയ. അത് ഏത് വഴിയാ? അബ്ഡോമിനൽ കണ്ടൻസ് എപ്പോഴും ഏത് വരുന്നത്? ഡയഫ്രം വഴിയല്ലേ? ഡയഫ്രത്തിലോട്ട് എപ്പോഴും അബ്ഡോമിനൽ കണ്ടൻസ് പ്രൊട്രൂഷൻ വന്നുകൊണ്ട്, അബ്ഡോമിനൽ കണ്ടൻസ് എപ്പോഴും ഡയഫ്രം വഴി പ്രൊട്രൂഷൻ വന്നുകൊണ്ട് തള്ളി വിളിക്കാം ഡയഫ്രമാറ്റിക് ഹെർണിയ. അബ്ഡോമിനൽ കണ്ടൻസ് എപ്പോഴും ഡയഫ്രം വഴി പ്രൊട്രൂഷൻ തള്ളി വരുന്ന വിളിക്കാം ഡയഫ്രമാറ്റിക് ഹെർണിയ വിളിക്കാം. മറക്കരുത്, ചോദ്യം വരും, എഴുതണം. ശേഷം എന്താ ഹയറ്റ്സ്, എന്താ ഹയാറ്റസ് ഹെർണിയ. എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ് ഹയാറ്റ്സ്. എന്താ എല്ലാത്തിന്റെയും എഴുതിയ നോട്ട് ഞാൻ തരും, പഠിക്കുക. എന്താ ഹയറ്റ്സ്? എന്താ ഇത് ഡയഫ്രം വഴിയാണോ? ആണ്. ഹയാറ്റ്സ് വഴിയാ? ഡയഫ്രം വഴിയാണോ? ആണ്. ഹയാറ്റ്സ് എപ്പം ഡയഫ്രം വഴി തന്നെയാണ്. പക്ഷെ എവിടെ വഴിയാ? സ്റ്റൊമക്കിലൂടെയാണോ? ഡയഫ്രത്തിലൂടെ സ്റ്റൊമക്കിലൂടെ പ്രൊട്രൂഷൻ എന്ന് വിളിക്കാം. സ്റ്റൊമക്കിലൂടെ പ്രൊട്രൂഷൻ എന്ന് വിളിക്കാം ഹയാറ്റസ് അല്ലേ? ഡയഫ്രത്തിലൂടെ സ്റ്റൊമക്കിലൂടെ പ്രൊട്രൂഷൻ വിളിക്കാം ഹയാറ്റസ് അല്ലേ? 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 ഇനി ഡയഫ്രം വഴി മാത്രം വിളിക്കാം. ഡയഫ്രം വഴി മാത്രമാണ് വിളിക്കാം. എന്ന് വിളിക്കാം. ഡയഫ്രം വഴി വന്ന് വിളിക്കാം ഡയഫ്രമാറ്റിക് ഹെർണിയ. സ്റ്റൊമക്ക് വഴിയാണെങ്കിൽ ഹയാറ്റസ് ഹെർണിയ. അംബ്ലിക്കൽ കോഡ് വഴി സ്റ്റൊമക്കിന്റെ കണ്ണ് വിളിക്കാം. അംബ്ലിക്കൽ കോഡ് വഴി സ്റ്റൊമക്കിന്റെ കണ്ടന്റ് വന്നാൽ എന്ത് വിളിക്കാം? ഓം ഫാരസി. ഇൻഡസ്റ്റൈൻ ഡയഫ്രം വഴി പുറത്ത് വിളിക്കാം. ഇൻഡസ്റ്റൈൻ ഡയഫ്രം വഴി വന്നാൽ ഹയാറ്റൽ ഹെർണിയ. അല്ലേ? ക്ലിയർ?
ക്ലിയർ? യെസ്, ക്ലിയർ. ഇത്രയും സമയം പറഞ്ഞെന്താ? ഇത് ഗ്യാസ്ട്രോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇപ്പൊ പഠിച്ചത് ഗ്യാസ്ട്രോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യവും ഇത്രയും ദിവസം പഠിച്ച ഗ്യാസ്ട്രോ അല്ലേ? ഇത് പീഡിയാട്രിക്കിനകത്ത് ഗ്യാസ്ട്രോ ക്ലിയർ ആയി. കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇന്ന് പഠിച്ചതും ഗ്യാസ്ട്രോ അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ? 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 എപ്പോഴും ചോദ്യം ഉറപ്പാടിരിക്കും. ആ നോട്ട് വായിച്ചാൽ മതി. ഒറ്റ അടുത്ത സെക്ഷൻ എപ്പോഴാ? നെക്സ്റ്റ് സെക്ഷൻ എത്ര സ്റ്റാർട്ട് ചെയ്യണം? റെസ്പിറേറ്ററി. 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 എപ്പോഴും അന്ന് 9:30 ആണോ? അന്ന് 9:30 9:30 ആണോ? അടുത്ത സെക്ഷൻ 9:30 റെസ്പിറേറ്ററി. ഓക്കെ, അടുത്ത സെക്ഷൻ 9:30 റെസ്പിറേറ്ററി പീഡിയാട്രിക് നഴ്സിംഗ്. ഓക്കെ, 9:30 റെസ്പിറേറ്ററി. ബ്രേക്ക്. റെക്കോർഡ് ഓഫ് ചെയ്യണേ. അടുത്ത ലിങ്ക് വരും കേട്ടോ. ആ ലിങ്ക് ഇല്ലേ? ന്യൂ ലിങ്ക് ഗ്രൂപ്പ് വരും കേട്ടോ. ന്യൂ ലിങ്ക് ഗ്രൂപ്പിൽ വരും കേട്ടോ. പുതിയ ലിങ്ക് വരും. എല്ലാവരും പോയി വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക.